Royal Bazaar, one destination for every home need. 100% quality groceries, fruits, stationery items എല്ലാം ഓഫറുകളോടെ തന്നെ ഇവിടെ ലഭ്യമാണ്. സ്വന്തം ബേക്ക് ഹൗസിൽ തയ്യാറാക്കിയ കേക്ക്, സ്നാക്സ്, പേസ്ട്രീസ്. ഷോപ്പിംഗ് ഇനി റോയൽ ആക്കാം. റോയൽ ബസാർ, മെയിൻ റോഡ്, ചേലക്കര. റോയൽ ബസാർ, the one-stop solution for your home essentials. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയുടെ പോരായ്മകളെ ചൊല്ലി താലൂക്ക് വികസന സമിതി യോഗത്തിൽ തർക്കം. ആശുപത്രി സൂപ്രണ്ടും ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സണും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും തമ്മിലാണ് വാക്ക് തർക്കം നടന്നത്. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ പിരിച്ചുവിടപ്പെട്ട ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാർക്ക് പകരം ആളുകളെ നിയമിക്കാത്തതിനെ ചൊല്ലിയായിരുന്നു ആദ്യ തർക്കം നടന്നത്. അഭിമുഖം നടത്തേണ്ടത് ചെയർപേഴ്സണാണെന്നും നടത്തിയാൽ നിയമിക്കാമെന്നും സൂപ്രണ്ട് പറഞ്ഞു. എന്നാൽ നഗരസഭയിൽ ചോദിക്കാതെയാണ് അഭിമുഖത്തിന് തീയതി തീരുമാനിച്ചതെന്നും ചെയർപേഴ്സൺ വരേണ്ടതില്ലെന്നും സൂപ്രണ്ട് പറഞ്ഞുവെന്ന് ചെയർപേഴ്സണും ആരോപിച്ചു. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ യോഗം വിളിച്ചപ്പോൾ സൂപ്രണ്ട് ഇറങ്ങിപ്പോയതായും അതിനെതിരെ നടപടിക്ക് ആരോഗ്യവകുപ്പിനെ സമീപിച്ചിട്ടുണ്ടെന്നും ചെയർപേഴ്സൺ അറിയിച്ചു. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാരെ നിയമിക്കുന്നതിന് അഭിമുഖം നടത്തുമ്പോൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നോക്കുകുത്തിയാകുന്നുവെന്ന ആരോപണവും ഉയർന്നു. ജീവനക്കാരെ നിയമിക്കാൻ ചെയർപേഴ്സൺ കെ ജാനകി ദേവിയെ യോഗം ചുമതലപ്പെടുത്തി. ആശുപത്രിയിൽ കിടത്തി ചികിത്സ നൽകുന്നില്ലെന്നും മറ്റ് ആശുപത്രികളിലേക്ക് പറഞ്ഞുവിടുകയാണെന്നും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ആരോപിച്ചു. എന്നാൽ 1100ഓളം പേരാണ് OPയിൽ വരുന്നതെന്നും 50ഓളം പേരെ കിടത്തി ചികിത്സിക്കുന്നുണ്ടെന്നും ഡോക്ടർമാരുടെ കുറവാണ് കാരണമെന്നും സൂപ്രണ്ട് മറുപടി നൽകി. യോഗത്തിൽ അമ്പലപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി അധ്യക്ഷയായി. കെ പ്രേംകുമാർ MLA, തഹസിൽദാർ CM അബ്ദുൾ മജീദ്, ലക്കിടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. റൈറ്റ് വിഷൻ ന്യൂസ്, ഒറ്റപ്പാലം.